നമസ്കാരം. പൊളിറ്റിക്കൽ സയൻസ് അതായത് രാഷ്ട്രമീമാംസ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് ഒന്നാമത്തെ അധ്യായമാണ്, ചാപ്റ്റർ 1. ചാപ്റ്ററിന്റെ പേര് പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ അഥവാ രാഷ്ട്രതന്ത്ര സിദ്ധാന്തം ഒരു ആമുഖം. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, നമുക്കിത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ കാര്യം ആലോചിക്കാം. രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിവരുന്നത് എന്താണ്? ഒരുപക്ഷേ മൈക്കിനു മുന്നിൽ പ്രസംഗിക്കുന്ന നേതാക്കന്മാരുടെ ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ്, അതുമല്ലെങ്കിൽ പത്രങ്ങളിൽ നമ്മൾ കാണുന്ന വഴക്കുകൾ, അഴിമതിയുടെ വാർത്തകൾ, ഇതൊക്കെയാവും അല്ലേ? അപ്പോ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതുമാണോ ശരിക്കുള്ള രാഷ്ട്രീയം? അതിനപ്പുറം എന്താണ് രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം? നമുക്കൊരുമിച്ച് അതൊന്ന് കണ്ടുപിടിക്കാം. സാധാരണയായിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഒരു വശത്ത് പലരും വിചാരിക്കുന്നത് പോലെ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അഴിമതിയും മറ്റുള്ളവരെ പറ്റിക്കലും സ്വന്തം കാര്യങ്ങൾ നേടാനുള്ളൊരു വഴിയുമൊക്കെയാണ്. പക്ഷെ മറുവശത്ത് രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ഇതൊന്നുമല്ല, അതൊരു പൊതുസേവനമാണ്. അതായത് ഒരു സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് നല്ല തീരുമാനങ്ങളെടുക്കുക, നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് ഒരുമിച്ച് പരിഹാരം കാണുക, അതാണ് യഥാർത്ഥ രാഷ്ട്രീയം. ഈയൊരു ആശയം മഹാത്മാഗാന്ധി വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: രാഷ്ട്രീയം ഒരു പാമ്പിനെപ്പോലെ നമ്മളെ വരിഞ്ഞു മുറുകിയിരിക്കുകയാണ്, അതിനോട് മല്ലിടുകയല്ലാതെ വേറെ വഴിയില്ല. എന്താ ഗാന്ധിജി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? വളരെ സിമ്പിളാണ്. നമുക്കാർക്കും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അത് നമ്മുടെയെല്ലാം ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒന്നാണ്. രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് എടുക്കുന്ന ഓരോ തീരുമാനവും, അത് സാമ്പത്തിക നയമായാലും വിദ്യാഭ്യാസ നയമായാലും, നിങ്ങളെ നേരിട്ടാണ് ബാധിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ സൗകര്യങ്ങൾ, നിങ്ങൾക്ക് നാളെ കിട്ടാൻ പോകുന്ന ജോലിയുടെ സാധ്യതകൾ, എന്തിന് നമ്മൾ ദിവസവും യാത്ര ചെയ്യുന്ന റോഡുകളുടെ അവസ്ഥ, നമ്മുടെയെല്ലാം സുരക്ഷ, ഇതെല്ലാം രാഷ്ട്രീയപരമായ തീരുമാനങ്ങളുടെ ഫലമാണ്. ശരി, അപ്പോ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. അതാണ് പൊളിറ്റിക്കൽ തിയോറി അഥവാ രാഷ്ട്രതന്ത്ര സിദ്ധാന്തം. രാഷ്ട്രീയത്തിന് പിന്നിലുള്ള വലിയ ആശയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണിത്. അപ്പോൾ എന്താണ് ഈ പൊളിറ്റിക്കൽ തിയറി? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെയും സമൂഹത്തെയും മുന്നോട്ട് നയിക്കുന്ന ചില പ്രധാനപ്പെട്ട മൂല്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സ്വാതന്ത്ര്യം, സമത്വം, നീതി. കേട്ടിട്ടില്ലേ ഈ വാക്കുകൾ? ഈ മൂല്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ളതും ചിട്ടയായതുമായ പഠനത്തിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി എന്ന് വിളിക്കുന്നത്. ഈ വലിയ വാക്കുകളുടെയൊക്കെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത് ഇവിടെയാണ്. ഈ പറയുന്ന ആശയങ്ങളൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുരാതന ഗ്രീസിലെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ചിന്തകർ മുതൽ പിന്നീട് വന്ന റൂസോ, കാൾ മാർക്സ്, നമ്മുടെ രാജ്യത്തെ ഗാന്ധിജി, അംബേദ്കർ, ഇവരൊക്കെ ഈ ആശയങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം: ഇതൊക്കെ ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ പോരെ, അല്ലേ? എന്നാൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ മാത്രമല്ല, ഈ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഉപകാരപ്പെടും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാരണങ്ങളെന്ന്. പ്രധാനമായിട്ടും 4 കാരണങ്ങളുണ്ട്. ഈ 4 പോയിന്റുകൾ കേൾക്കുമ്പോൾ പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ കാരണം, ഇത് നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളിൽ ചിലർക്ക് ഭാവിയിൽ ഒരു വക്കീലാകണമെന്നുണ്ടാവും, ചിലർക്ക് പത്രപ്രവർത്തകനാകണം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണം. ഈ ജോലികൾക്കെല്ലാം രാഷ്ട്രീയത്തെയും അതിന്റെ ആശയങ്ങളെയും കുറിച്ചുള്ള അറിവ് ഒരു അടിസ്ഥാനം തന്നെയാണ്. രണ്ടാമതായി, നമ്മളെല്ലാവരും ഈ സമൂഹത്തിലെ പൗരന്മാരാണ്. ഉത്തരവാദിത്തമുള്ള ഒരു പൗരനെന്ന നിലയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ വേണ്ടേ? വോട്ട് ചെയ്യുമ്പോഴും സാമൂഹിക വിഷയങ്ങളിൽ നമ്മുടെ അഭിപ്രായം പറയുമ്പോഴും ശരിയായ തീരുമാനങ്ങളെടുക്കാൻ ഈ അറിവ് നമ്മളെ ഒരുപാട് സഹായിക്കും. മൂന്നാമത്തെ കാരണം കുറച്ചുകൂടി പേഴ്സണലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടില്ലേ, അയ്യോ ഇത് ശരിയായില്ല, അല്ലെങ്കിൽ അവിടെ നീതി കിട്ടിയില്ല എന്നൊക്കെ. എന്താണ് ശരി, എന്താണ് നീതി, എന്താണ് സമത്വം എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത വരുത്താൻ ഈ പഠനം സഹായിക്കും. ഇനി നാലാമത്തെയും അവസാനത്തെയും കാരണം, ഇതൊരു സൂപ്പർ സ്കില്ലാണ്. അതായത് യുക്തിപരമായി ചിന്തിക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനും സംവാദങ്ങളിൽ നന്നായി പങ്കെടുക്കാനുമുള്ള കഴിവ്. നിങ്ങൾ ഭാവിയിൽ ഏത് ജോലി തിരഞ്ഞെടുത്താലും ഈ കഴിവ് നിങ്ങൾക്ക് തീർച്ചയായും ഗുണം ചെയ്യും. ഓക്കെ, നമ്മൾ ആശയങ്ങളൊക്കെ പഠിച്ചു. ഇനി ഏറ്റവും ടെൻഷനുള്ള കാര്യം പരീക്ഷ. പരീക്ഷയിൽ എങ്ങനെ മികച്ച ഉത്തരങ്ങൾ എഴുതാം? നമുക്ക് അതാണിനി ചർച്ച ചെയ്യാനുള്ളത്. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ ഈ 4 സ്റ്റെപ്പുകൾ ഓർത്തുവച്ചാൽ മതി. ഒന്നാമത്തെ സ്റ്റെപ്പ്,
ചോദിച്ചിരിക്കുന്ന ആശയം എന്താണെന്ന് വ്യക്തമായി നിർവചിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സിമ്പിൾ ഉദാഹരണം കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, ആ ആശയത്തിന് പല സാഹചര്യങ്ങളിൽ പല അർത്ഥങ്ങളും വരാമെന്ന് വിശദീകരിക്കുക. ഉദാഹരണത്തിന്, സമത്വം എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും ക്യൂവിൽ ഒരുപോലെ നിൽക്കുന്നത് ഒരുതരം സമത്വമാണ്. എന്നാൽ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക കൗണ്ടർ നൽകുന്നതും വേറൊരു തരം സമത്വമാണ്, അല്ലേ? ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, അവസാനം ആ ആശയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞ് ഉത്തരം അവസാനിപ്പിക്കുക. ഫുൾ മാർക്കുറപ്പ്. വളരെ നന്നായി. നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. അവസാന നിമിഷത്തെ റിവിഷന് ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഈ ചാപ്റ്ററിലെ ഈ രണ്ട് നിർവചനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ. 1. പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രീയം. എന്താണത്? സമൂഹത്തിനു വേണ്ടിയുള്ള കൂട്ടായ തീരുമാനമെടുക്കൽ. 2. പൊളിറ്റിക്കൽ തിയറി അഥവാ രാഷ്ട്രതന്ത്ര സിദ്ധാന്തം. അത് സ്വാതന്ത്ര്യം, സമത്വം, നീതി തുടങ്ങിയ മൂല്യങ്ങളെക്കുറിച്ചുള്ള ചിട്ടയായ പഠനമാണ്. ഈ 2 കാര്യങ്ങളും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഈ പ്രധാനപ്പെട്ട മൂല്യങ്ങളുടെ പേരുകളും മനസ്സിൽ ഉറപ്പിക്കുക. സ്വാതന്ത്ര്യം, സമത്വം, നീതി, ജനാധിപത്യം, മതേതരത്വം. ഈ വാക്കുകൾ ഉത്തരങ്ങളിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടാൻ സഹായിക്കും. പരീക്ഷയ്ക്കിനി ഒരാഴ്ചയുള്ളൂ എന്നോർത്ത് ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഈ ചാപ്റ്റർ കൃത്യമായി പഠിച്ചു തീർക്കാൻ ഇതാ ഒരു സിമ്പിൾ പ്ലാൻ. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. ആദ്യത്തെ 2 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ക്ലാസ് ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക. ഒപ്പം ടെക്സ്റ്റ് ബുക്കിലെ ഈ അധ്യായം സാവധാനമൊന്ന് വായിച്ചു നോക്കുക. അടുത്ത 2 ദിവസം പ്രധാനപ്പെട്ട നിർവചനങ്ങളുടെ ചെറിയ നോട്ടുകൾ സ്വന്തമായൊന്ന് എഴുതി വെക്കുക. 5-ാമത്തെയും 6-ാമത്തെയും ദിവസം പാഠപുസ്തകത്തിന് പിന്നിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ തയ്യാറാക്കിയ ആ ചെറിയ നോട്ടുകൾ മാത്രം ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ മതി. ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ പ്ലാൻ അനുസരിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പരീക്ഷ നന്നായി എഴുതാനും സാധിക്കും. നിങ്ങൾക്കിത് സാധിക്കും. പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.